മാലദ്വീപിലെ ഭക്ഷ്യപ്രതിസന്ധിക്ക് ആശ്വാസമായി അരി, പഞ്ചസാര, ഉള്ളി, ആവശ്യവസ്തുക്കൾ വിതരണം ചെയ്തതിന് ഇന്ത്യക്ക് നന്ദി പറഞ്ഞു ദ്വീപ്. മാലിദ്വീപ് വിദേശകാര്യമന്ത്രി മൂസ സമീർ എക്സിൽ കൂടിയാണ് മാലദ്വീപിനു വേണ്ടി നന്ദി പറഞ്ഞത്. ഈ മാസം നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ആഭ്യന്തര വിലക്കയറ്റം സംഭവിക്കാതിരിക്കാൻ അരി, പഞ്ചസാര, ഉള്ളി എന്നിവയുടെ മുൻനിര കയറ്റുമതിക്കാരായ ഇന്ത്യ ഈ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിക്ക് വിവിധ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പരമ്പരാഗതമായി ഇന്ത്യയുമായി അടുത്ത ബന്ധം പുലർത്തി വന്ന മാലദ്വീപ് ഒക്ടോബറിൽ പുതിയ പ്രസിഡന്റായി മുഹമ്മദ് മുയീസ് തെരഞ്ഞെടുക്കപ്പെട്ടതു മുതൽ ചൈനയുടെ ഭാഗത്തേക്ക് തിരിയുകയായിരുന്നു. ഇത് മാൽവേയും ന്യൂഡൽഹിയും തമ്മിലുള്ള പിരിമുറുക്കത്തിന് വഴിതെളിയിച്ചു. എന്നിട്ടും ഇന്ത്യ സംയമനം പാലിച്ചു. അതുകൊണ്ടാണ് ചൈനീസ് സ്വാധീനത്തിനും ഇടയിൽ പഞ്ചസാര, ഗോതമ്പ്, അരി, ഉള്ളി എന്നിവയുൾപ്പെടെ ആവശ്യ വസ്തുക്കൾ കയറ്റുമതി ചെയ്യുവാൻ ഇന്ത്യ തീരുമാനിച്ചത്. ഇന്ത്യയിൽ നിന്ന് വാങ്ങിയ സാമ്പത്തിക കടം പുനർക്രമീകരിക്കുന്നതിന് ഇന്ത്യയുമായി സംസാരിക്കാൻ മാലദ്വീപ് പ്രസിഡന്റ് മുയീസു ആഗ്രഹിക്കുന്നുവെന്ന് അടുത്തിടെ മാധ്യമ റിപ്പോർട്ടുകൾ വന്നിരുന്നു. കഴിഞ്ഞ വർഷം ഒടുവിലെ കണക്കുകൾ പ്രകാരം 400.9 മില്യൺ ഡോളറാണ് ഇന്ത്യക്ക് വേണ്ടി മാലദ്വീപ് നൽകാനുള്ളത്. ഇതിൽ ഇളവ് വരുത്തണമെന്ന് മാർച്ചിൽ മുയീസു ആവശ്യപ്പെട്ടത്. ഇന്ത്യക്ക് നൽകാനുള്ള കടം 8 ബില്യൺ മാലദ്വീപിൽ റൂഫയ ആണെങ്കിൽ മാലദ്വീപ് ചൈനയോട് 18 ബില്യൺ MVR കടമുണ്ട്. മാലദ്വീപ് മന്ത്രിമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരിഹസിച്ച് ട്വീറ്റ് ചെയ്യുകയും ഇന്ത്യാവിരുദ്ധ പരാമർശങ്ങൾ നടത്തുകയും ചൈനയുമായി കൂടുതൽ അടുപ്പം കാണിക്കുകയും ചെയ്തതോടെയാണ് നയതന്ത്ര ബന്ധങ്ങൾക്ക് വിള്ളൽ വീണത്. കഴിഞ്ഞ നവംബറിലാണ് മുഹമ്മദ് മുയീസു മാലദ്വീപ് പ്രസിഡന്റായി അധികാരമേറ്റത്. ഇതിനുശേഷം ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായിരുന്നു. ആദ്യകാലത്ത് ചൈനയോട് ആഭിമുഖ്യം പുലർത്താൻ ആഗ്രഹിച്ച മുയീസു മെയ് 10-നകം ദ്വീപിലുള്ള ഇന്ത്യൻ സേനാവിന്യാസം പൂർണ്ണമായും പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. 3 വ്യോമ താവളങ്ങളായി 88 ഇന്ത്യൻ സൈനികരാണ് മാലദ്വീപിലുള്ളത്. ഇന്ത്യയുടെ മാലദ്വീപ് ടൂറിസം ഇന്ത്യ ബഹിഷ്കരിച്ചതോടെ മാലദ്വീപിലേക്കുള്ള ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ സംഭവിച്ച കഴിഞ്ഞ വർഷം മാർച്ചിന് അപേക്ഷിച്ച 33% കുറവ്. ഇതോടെ ദ്വീപിലേക്കുള്ള ചൈനീസ് സഞ്ചാരികളുടെ എണ്ണം കൂടിയെന്നാണ് കണക്കുകൾ. ജനുവരി ആദ്യം ലക്ഷദ്വീപിലെ സന്ദർശനത്തിന്റെ പേരിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മാലേ മന്ത്രിമാർ അധിക്ഷേപിച്ചിരുന്നു. ഇതോടെയാണ് ഇന്ത്യ മാലേ ടൂറിസം ബന്ധം വഷളായത്. മന്ത്രിമാരെ പോലെ സർക്കാർ സസ്പെൻഡ് ചെയ്തിരുന്നുവെങ്കിലും ഇന്ത്യയിൽ നിന്നും സ്ഥിരമായി മാലദ്വീപുകളിൽ എത്തിയിരുന്ന വിനോദസഞ്ചാരികൾ പിന്നീട് പിന്മാറുകയായിരുന്നു. ഇതാണ് മാലേ ടൂറിസത്തിന് തിരിച്ചടിയായത്. 2023 മാർച്ച് 41,000-ൽ അധികം ഇന്ത്യൻ വിനോദസഞ്ചാരികൾ മാലദ്വീപ് സന്ദർശിച്ചപ്പോൾ 2024 മാർച്ചിൽ മാലദ്വീപിലെത്തിയ സഞ്ചാരികളുടെ എണ്ണം 27,224 കുറഞ്ഞു. 33% ഇടിവ്. ലക്ഷദ്വീപിലെ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ ഇന്ത്യക്കാരോട് ആവശ്യപ്പെട്ട പ്രധാനമന്ത്രിയുടെ ടൂറിസം പ്രചാരണവും ഇടിവിന് പ്രധാന കാരണമായി. മാലദ്വീപിലേക്ക് എത്തിയിരുന്ന മൊത്തം സഞ്ചാരികളുടെ 10% ഇന്ത്യയിൽ നിന്നായിരുന്നു. എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര സംഘർഷങ്ങൾ ഇന്ത്യയിൽ സഞ്ചാരികളുടെ എണ്ണം കുറച്ചു. മാലദ്വീപിലേക്കുള്ള സഞ്ചാരികളുടെ എണ്ണം അനുസരിച്ച് ഇന്ത്യ ഇപ്പോൾ 6ാം സ്ഥാനത്താണ്. നേരത്തെ 2ാം സ്ഥാനത്തായിരുന്ന ഇന്ത്യക്ക് രാജ്യത്തെ വിനോദസഞ്ചാരികളുടെ എണ്ണം കുറഞ്ഞെങ്കിലും ചൈനീസ് വിനോദസഞ്ചാരികളുടെ എണ്ണം കഴിഞ്ഞ മാസങ്ങളിൽ ഉയർന്നിട്ടുണ്ട്. 2021, 2022, 2023 വർഷങ്ങളിൽ ഓരോ വർഷവും 2 ലക്ഷത്തിലധികം വിനോദസഞ്ചാരികളാണ് ഇന്ത്യയിൽ നിന്ന് മാലദ്വീപിലേക്ക് പോയത്.